നമസ്കാരം. മാതൃഭൂമി ദൃശ്യമാധ്യമം ചാനൽ 4 ദിവസങ്ങളിലായി 35 മണ്ഡലങ്ങളിൽ വീതം ജയപരാജയ സാധ്യതകൾ പ്രവചിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ധാരാളം ആളുകൾ LDF തുടർന്നും വരും എന്ന രീതിയിൽ അഭിപ്രായപ്പെടുന്നു. ഒരു ഉദാഹരണത്തിന് ജോയിൻ ദ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പുതിയ യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ പ്രധാന അവതാരകർ ആ ഒരു ഡിസ്കഷനിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് വളരെ സീനിയറായ 2 മാധ്യമപ്രവർത്തകരായ രാജീവ്, നമ്മുടെ മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസിലൊക്കെ മുമ്പുണ്ടായിരുന്ന മീഡിയ വണ്ണിലൊക്കെ ജോലി ചെയ്തിരുന്ന രാജീവും, അതുപോലെ തന്നെ ഇന്ത്യ വിഷനിലൊക്കെ ജോലി ചെയ്തിരുന്ന, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് MP ബഷീർ എന്നാണ്. ബഷീറും ചേർന്നൊക്കെ നടത്തുന്ന ചാനലിൽ അവരിന്നലെ വലിയ രീതിയിൽ മാതൃഭൂമിയുടെ ഈ സർവേക്ക് തുല്യമായ ഒരു ഫലമാണ് വരാൻ സാധ്യത എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ മാതൃഭൂമി 2024 എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ചത് എന്ന് പരിശോധിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ അവർ ഏതാനും ലോക്സഭാ സെഗ്മെൻറ്റ്സിനെ അവർ പരിശോധിച്ചപ്പോൾ അന്ന് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കാസർഗോഡ്, ചാലക്കുടി, വയനാട്, കൊല്ലം മണ്ഡലങ്ങൾ UDFിനൊപ്പം നിൽക്കുമെന്ന് അവർ പ്രവചിച്ചു. 2024 അവരുടെ പ്രവചന പ്രകാരം അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഈ മാതൃഭൂമി ഇങ്ങനെയാണ് പ്രവചിച്ചത് എന്നുള്ള തെളിവ് ലിങ്കും മറ്റ് വാർത്തകളും എല്ലാം ഞാൻ അതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. കണ്ണൂരിൽ LDF ജയിക്കുമെന്നായിരുന്നു അവരുടെ പ്രവചനം. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതുപോലെ പാലക്കാട് ജില്ലയിൽ അവരുടെ പ്രവചന പ്രകാരം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ LDF 38% വോട്ട് നേടുമെന്നാണ് അവർ പ്രവചിച്ചത്. UDFിലെ VK ശ്രീകണ്ഠൻ 36% വോട്ട് നേടുമെന്നും. എന്താണ് പാലക്കാട് ഉണ്ടായതെന്ന് നമുക്കറിയാം. അതുപോലെ ആലപ്പുഴയിൽ അവരുടെ പ്രവചനം ശരിയായി. അതുപോലെ വടകരയിൽ ശൈലജ ടീച്ചർ 41% വോട്ട് നേടുമെന്നാണ് അവർ പ്രവചിച്ചത്. ഷാഫി പറമ്പിലെ 35% വോട്ട് നേടുമെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് 7 മണ്ഡലങ്ങളുടെ ഫലം പ്രവചിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ 7 മണ്ഡലങ്ങളുടെ ഫലം പ്രവചിച്ചപ്പോൾ അതിൽ കണ്ണൂരും പാലക്കാടും അതുപോലെ തന്നെ വടകരയും 3 മണ്ഡലങ്ങൾ 7 മണ്ഡലങ്ങളുടെ ഫലം പ്രവചിച്ചപ്പോൾ 3 മണ്ഡലങ്ങൾ LDFിനൊപ്പം നിൽക്കുമെന്ന് അവർ പ്രവചിച്ചു. പക്ഷേ നമുക്കറിയാം, ആലത്തൂരിൽ മണ്ഡലത്തിൽ മുൻ സ്പീക്കർ രാധാകൃഷ്ണൻ സഖാവ് മാത്രമാണ് വിജയിച്ചത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാതൃഭൂമി 7 മണ്ഡലങ്ങളുടെ ഫലം പ്രവചിക്കുമ്പോൾ 3 മണ്ഡലങ്ങൾ LDFിനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്? നിയർലി 50% ആണ്. അപ്പോൾ 7 മണ്ഡലങ്ങളുടെ ഫലം പ്രവചിക്കുമ്പോൾ 4 മണ്ഡലങ്ങളുടെ ഫലപ്രവചനം മാത്രം ശരിയാവുകയും 3 മണ്ഡലങ്ങളുടെ ഫലപ്രവചനം തെറ്റിപ്പോവുകയും ചെയ്യുമ്പോൾ മാതൃഭൂമി പ്രവചിച്ചിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രവചനത്തെ നമുക്ക് തത്തുല്യമായി കണ്ടാൽ 140 മൾട്ടിപ്ലൈഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 420 ഡിവൈഡഡ് ബൈ 7 അല്ലേ? അങ്ങനെയാണെങ്കിൽ 420 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ 60 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഭൂമി നടത്തിയിരിക്കുന്ന ഈ ഫലപ്രവചനത്തിൽ 60 മണ്ഡലങ്ങളുടെ ഫലം മാത്രമേ ഇതേ രീതിയിലാണ്. ഈ ലോക്സഭാ ഫലപ്രവചനം തെറ്റിയത് അതേപോലെ മാതൃഭൂമിയുടെ കാര്യത്തിൽ ആവർത്തിക്കുകയാണെങ്കിൽ അവർ പ്രവചിച്ച 60 മണ്ഡലങ്ങളുടെ ഫലം മാത്രമേ ശരിയാക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊരു പെയ്ഡ് സർവേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിണറായി വിജയനെ മോഹൻലാലിനെ കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യിക്കുന്നു, മമ്മൂട്ടി വയനാട് അവരുടെ ടൗൺഷിപ്പ് സന്ദർശിക്കുന്നു. അങ്ങനെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി അവിടെ എത്തുമ്പോൾ മമ്മൂട്ടിക്ക് തന്നെ അത് ശരിയല്ല എന്ന് തോന്നുന്നു. അയാളെ നിരുത്സാഹപ്പെടുത്തുന്നു. അത് പിന്നെ വലിയ വാർത്തയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള PR വർക്കുകൾക്കിടയിൽ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം LDFിന് അനുകൂലമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ LDFിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ മുന്നണിക്ക് വേണ്ടി അഭിലാഷ് മോഹനും മാതൃഭൂമിയിലെ രാജീവും മറ്റു ചില ആളുകളും ചേർന്ന് കോറിൻ്റെ സഹായത്തോടെ നടത്തിയിരിക്കുന്ന സർവേ 100% തെറ്റിപ്പോകുമെന്നുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവർ പ്രവചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 100% കോൺഫിഡൻസോടുകൂടി
നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ സാധിക്കുക. നന്ദി, നമസ്കാരം.